ഫ്രാൻസിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. അതായത് പ്രധാനമന്ത്രിക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം വരുന്നു. എന്താവും പക്ഷേ ഫ്രാൻസിൻ്റെ ഭാവി? തീർച്ചയായിട്ടും ഫ്രാൻസിൻ്റെ ഭാവി വളരെ ആശങ്ക എല്ലാവരിലും ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഫ്രാൻസ് വെറും ഒരു രാജ്യമല്ല. ഫ്രാൻസ് ലോകത്തെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചൊരു രാജ്യമാണ്. അറിയാലോ ഫ്രാൻസിൻ്റെ ചരിത്രം. ഇപ്പോൾ ഫ്രാൻസിൽ ഈ 9-ാം തീയതി സെപ്റ്റംബർ 9-ാം തീയതി അവിശ്വാസത്തിന്മേലുള്ള വോട്ടെടുപ്പാണ്, തിരഞ്ഞെടുപ്പല്ല. ഫ്രാൻസിൻ്റെ ഒരു പൊതു സ്വഭാവം അത് ഒരു സെമി പ്രസിഡൻഷ്യൽ ഭരണമാണ്. അവിടെ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടും, പാർലമെൻറ്റും തിരഞ്ഞെടുക്കപ്പെടും. പക്ഷേ നേരെ തിരിച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഫെഡറൽ ഇലക്ഷനൊക്കെ നടക്കും. നമ്മുടെ നാട്ടിലെ പാർലമെൻ്ററി ഡെമോക്രസി എങ്ങനെയാണ്? നമ്മൾ പാർലമെൻറ്റിലേക്ക് ജനങ്ങളെ തിരഞ്ഞെടുക്കും, പാർലമെൻറ്റിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കും, എന്നിട്ട് പാർലമെൻറ്റാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക. സെമി പ്രസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. പ്രസിഡന്റിനെ നേരിട്ട് തിരഞ്ഞെടുക്കും, പാർലമെൻറ്റിനെയും തിരഞ്ഞെടുക്കും. പക്ഷേ ഇവർ തമ്മിൽ ബന്ധമില്ല. പരമാധികാരം പ്രസിഡന്റിനാണ്. പ്രധാനമന്ത്രി ആരാവണം എന്ന് തീരുമാനിക്കുന്നത് പാർലമെൻറ്റിലെ ഭൂരിപക്ഷമല്ല, പ്രസിഡന്റാണ് തീരുമാനിക്കുക. ആ കൂട്ടത്തിൽ എലക്ട് ചെയ്യപ്പെട്ട ഒരാളെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. പക്ഷേ അതിന് പാർലമെൻറ്റിൻ്റെ അംഗീകാരം വേണം. ബാക്കിയെല്ലാം കോടതി മീൻസ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാധികാരിയാണ് പ്രസിഡന്റ്. പ്രസിഡൻ്റാണ് മുഴുവൻ കോടതി ജഡ്ജിമാരെ നിയമിക്കുക. കോടതികൾ, ജഡ്ജിമാർ എല്ലാം നമ്മളെപ്പോലെ കൊളീജിയൊന്നുമല്ല, പ്രസിഡൻ്റാണ്. അക്കാര്യത്തിലൊക്കെ അവർ ഒരു ഓട്ടോക്രസിയാണ്. വേറൊന്ന് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ എന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും മുഴുവൻ സൈനിക മേധാവിയും ഒക്കെ നമ്മൾ സുപ്രീം കമാൻഡൻ്റ്, നമുക്ക് പേരിന് മാത്രമാണല്ലോ സുപ്രീം കമാൻഡൻ്റ് പ്രസിഡൻ്റ് ആകുന്നത്. അതേസമയത്ത് ജനറൽ സൈന്യത്തിൻ്റെ പൊതു മേധാവി വേറെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊരു പരമാധികാര രാജ്യമാണ്. മാത്രമല്ല ഫ്രാൻസ് ലോകത്തെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച രാജ്യമാണ്. ജനാധിപത്യം പഠിച്ച അവിടുന്നാണ്, മനുഷ്യാവകാശങ്ങൾ പഠിച്ച അവിടുന്നാണ്. ഫ്രഞ്ച് വിപ്ലവം അറിയാലോ. ഇപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അല്ലേ, ആ മുദ്രാവാക്യം ലോകത്തിന് ആദ്യം മുഴക്കിയത് അത് 1789 1789 എന്ന് പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ. ലോകത്തിൽ ആരും അങ്ങനെ മുദ്രാവാക്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്നാലോചിച്ച് നോക്കും, മനുഷ്യരെല്ലാവരും തുല്യം, എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവർക്കും അവകാശം. അങ്ങനെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ അവിടുന്ന് വന്നതാണ്. മാത്രമല്ല മനുഷ്യൻ്റെ ദാർശനികമായ ചിന്തകളൊക്കെ അവിടുന്ന് വന്നത് ഫ്രാൻസിൽ നിന്നാണല്ലോ. റൂസോ ഇല്ലെങ്കിൽ നമുക്ക് ദാർശനികമായ ചിന്തകൾ, അരിസ്റ്റോട്ടിൽ ഇല്ലെങ്കിലൊക്കെ ആലോചിച്ച് നോക്കും. അപ്പോൾ ഫ്രാൻസിൻ്റെ ഈ വിപ്ലവത്തിൻ്റെ തന്നെ നാന്ദിയതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കം സാഹിത്യത്തിൽ വന്ന ദാർശനികമായ ചിന്തകളാണ്. ഇതൊക്കെ ഫ്രാൻസിൻ്റെയാണ്. മാത്രമല്ല ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് നമ്മുടെ ജനാധിപത്യ സങ്കല്പങ്ങൾക്ക് ഒരു നല്ല രൂപം വന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഈ ഇടതുപക്ഷം എന്ന് പറയുമല്ലോ, അതിങ്ങനെ ഈ വായ്ത്താരി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അത് എവിടെ നിന്നുണ്ടായെന്ന് അറിഞ്ഞുകൂടാ. ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ഫ്രഞ്ച് പാർലമെൻറ്റിൽ അന്നത്തെ പാർലമെൻറ്റിൽ രാജഭരണത്തിനെതിരായി ചിന്തിക്കുന്ന, റവല്യൂഷണറീസ് ആയിട്ടുള്ള, റാഡിക്കലായി ചിന്തിക്കുന്ന കുറേ പേര് ഇനി ഞങ്ങൾ വേറിട്ടിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിലെ ഇടതുഭാഗത്തൊരു ചേരിയായിരുന്നപ്പോഴാണ് ഇടതുപക്ഷം ഉണ്ടാകുന്നത്. ലെഫ്റ്റ് അങ്ങനെ ഓരോന്നിനും ഓരോ നിമിത്തം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫ്രാൻസ് അങ്ങനെ ഒരു രാജ്യമാണ്. മാത്രമല്ല ഇപ്പോഴും ഫ്രാൻസ് അങ്ങനെ നിലകൊള്ളുന്നുണ്ട്, വേറിട്ടൊരു കൾച്ചറായിട്ട്. പാരീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സംസ്കാരത്തിൻ്റെ ഒരു വിളനിലം തന്നെയാണ്. എല്ലാ കാര്യത്തിലും, കലയിൽ, സംസ്കാരത്തിൽ, ചിത്രകലയിൽ, സംഗീതത്തിൽ ഫ്രാൻസ് ലോകത്തിന് എല്ലാ കാര്യത്തിലും ഒരു വലിയ മാതൃകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കൂ, തലയെടുപ്പുണ്ട് അവർക്ക്. വേറൊരു കാര്യം, ലോകത്തിൻ്റെ എല്ലാ ചലനങ്ങളിലും ഇപ്പോൾ UN, ഐക്യരാഷ്ട്രസഭ എന്ന ആശയം അന്നത്തെ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റേതാണ്. ഫ്രാൻസ് എടുത്ത മുൻകൈയാണ്. സ്ഥാപക നേതാക്കളിലൊന്നാണ് ഈ ഐക്യരാഷ്ട്രസഭ. ഇപ്പോഴും ആ മേധാവിത്വം അവർക്കുണ്ട്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ 5 രാജ്യങ്ങൾ അല്ല, വൻകിട 5 രാജ്യങ്ങളാണ് അതിൻ്റെ വീറ്റോ. ആ 5 രാജ്യങ്ങൾ എന്നും ഫ്രാൻസ് ഉണ്ട്. വേറൊരു കാര്യം, ഈ 5 രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയല്ല. അമേരിക്കയോടും UK ഒക്കെ പൊരുതാൻ യാതൊരു മടിയുമില്ല ഫ്രാൻസിന്. വേറിട്ട് നിൽക്കാൻ യാതൊരു മടിയുമില്ല. സ്വന്തം വ്യക്തിത്വമുണ്ട്, സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ട്. അങ്ങനെ രാജ്യമാണ് ഫ്രാൻസ്. വേറെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചിന്ത എടുത്തു നോക്കും. മാത്രമല്ല അതിനുശേഷം യൂറോപ്പിൽ വന്ന വലിയ വിപ്ലവമാണ് യൂറോപ്യൻ യൂണിയൻ. അത് ഫ്രാൻസ് മുൻകൈ എടുത്താണ് സ്ഥാപിച്ചത്. യൂറോപ്യൻ യൂണിയൻ അവരുടേതാണത്. അതുകൊണ്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനോട് പിന്നീട് UK വലിയ തോതിൽ കലഹിച്ച് വിട്ടുനിന്നു. UK വിട്ടുനിന്നപ്പോഴും യൂറോപ്യൻ യൂണിയനെ ഇപ്പോഴും കൊണ്ടുപോകുന്നത് ഫ്രാൻസാണ്. അപ്പോഴും UK മാത്രമല്ല ലോകത്തിലെ എല്ലാവരും കലഹിക്കുന്നു. ഇപ്പോൾ ഈ ഇഷ്യൂ കണ്ടില്ലേ, ഫലസ്തീൻ ഇഷ്യൂവിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഏറെക്കുറെ, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമൊക്കെ അടുത്ത കാലം വരെ 48 തൊട്ട് സമീപകാലം വരെ ഇസ്രായേലിൻ്റെ കൂടെയാണ്. പക്ഷേ ഇസ്രായേലിന് കടുത്ത താക്കീത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന രാജ്യം ഫ്രാൻസാണ്. അപ്പോൾ ഫ്രാൻസ് ഇപ്പോഴും വ്യക്തിത്വം നിലനിർത്തുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് പ്രതിസന്ധി വരുന്നത്. ആ പ്രതിസന്ധി വെറുതെ ഉണ്ടായതല്ല. മാക്രോൺ 2017 അവിടെ അധികാരത്തിൽ വന്നു. ഇമ്മാനുവൽ മാക്രോൺ അധികാരത്തിൽ വന്നപ്പോൾ മാക്രോൺ തിരഞ്ഞെടുക്കപ്പെട്ടു.
ആദ്യത്തെ 5 കൊല്ലം അദ്ദേഹം വലിയ കഷ്ടപ്പെട്ടാണ് ഭരിച്ചത്. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. ഈ വ്യക്തിത്വം ഈ പുതിയ ലോകത്ത് ഫ്രാൻസ് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ ഫ്രാൻസിൻ്റെ സാമ്പത്തിക ഘടനയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. നാനാഭാഗത്തു നിന്നുള്ള പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധിക്കിടയിലാണ് എന്നിട്ടും അദ്ദേഹം 2022 5 കൊല്ലം, പാർലമെൻറ്റിൻ്റെ കാലാവധി 5 കൊല്ലമാണ്, പ്രസിഡൻ്റ് കാലാവധി 5 കൊല്ലം കഴിഞ്ഞപ്പോൾ മാക്രോൺ വീണ്ടും വന്നു. അപ്പോൾ 2017 തൊട്ട് ഇപ്പോൾ അദ്ദേഹം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് 27 വരെ, അടുത്ത 27 വരെ അദ്ദേഹത്തിൻ്റെ ടേമുണ്ട്. അതിനിടയിൽ അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിമാരെ നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം നോമിനേറ്റ് ചെയ്യാതെ കഴിഞ്ഞ കൊല്ലം 2024 അദ്ദേഹം നോമിനേറ്റ് ചെയ്ത, സത്യത്തിൽ ഈ ഫ്രാൻസിൻ്റെ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ബെയ്റൂവിനെ വിളിക്കുക ഫ്രാങ്കോയിസ് എന്നാണ് എഴുതുക. പക്ഷേ അവർ വായിക്കുന്നത്, ഫ്രഞ്ചിൽ വായിക്കുന്നത് ഫ്രാൻഷ്വ എന്നെന്തോമാണ്, ഫ്രാൻഷ്വ ബെയ്റു. അപ്പോൾ ബെയ്റുവിനെ 24 നോമിനേറ്റ് ചെയ്തു. അതോടുകൂടി പക്ഷേ പ്രതീക്ഷേൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഉണ്ടായത്. അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുക. ഫ്രാൻസ് ഒരിക്കലും സമ്പന്ന രാജ്യമാണ് ഫ്രാൻസ്. ഒരു പ്രതിസന്ധിയും സമീപകാലം വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 കൊല്ലമായിട്ട്, പ്രത്യേകിച്ച് മാക്രോൺ അധികാരത്തിൽ വന്നതിന് ശേഷം ഫ്രാൻസ് വലിയ കടക്കണിയിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കെണിയാണ് കടപ്പത്രങ്ങളാണല്ലോ ഒരു രാജ്യം ഈ കുടുങ്ങുമ്പോൾ വിത്തെടുത്ത് വെക്കുന്നത് പോലെയാണല്ലോ കടപ്പത്രങ്ങൾ ഇടക്കുന്നത്. ഈ കടപ്പത്രങ്ങൾക്ക് വലിയ മാർക്കറ്റാണ്. കടപ്പത്രങ്ങളുടെ വരുമാനം കൂടി 13% കടപ്പത്രങ്ങൾക്ക് വരുമാനം കൂടുക എന്ന് പറഞ്ഞ അർത്ഥം രാജ്യം കൂടുതൽ കടക്കണിയിലേക്ക് പോകുക എന്നാണ്. അപ്പോൾ രാജ്യം വലിയ കടക്കണിയിലാണ്. ഒന്നാമത്തെ ഭീഷണി അതാണ്. രണ്ടാമത്തെ ഒരു ഭീഷണി അവിടുത്തെ ഇത് തന്നെ, ഈ ഓഹരി സൂചിക ഉണ്ടല്ലോ, നമ്മുടെ നിഫ്റ്റി എന്നൊക്കെ പറയുന്നത്, ഇന്ത്യയുടെ നിഫ്റ്റി എന്ന് പറയുന്ന പോലെ അവരുടെ ഓഹരി സൂചികയ്ക്ക് ഒരു CAC 40 എന്നാണ് പറയാം. ഫ്രാൻസിൻ്റെ ഓഹരി സൂചികയ്ക്ക് CAC 40 ആണ്. അത് 2% ഇടിഞ്ഞു. അറിയാലോ, ഇപ്പോൾ ഈ ഓഹരി സൂചികയിൽ 0.1 ഇടിയുക എന്ന് പറഞ്ഞാൽ തന്നെ രാജ്യം വലിയ തോതിൽ ഇടിച്ചില്ല. ഇപ്പോൾ 2% ഇടിഞ്ഞിരിക്കുന്നു. അതുപോലെ അവിടുത്തെ ഏറ്റവും വലിയ ബാങ്കുകൾ, രണ്ട് പ്രധാനപ്പെട്ട ബാങ്കുകളുണ്ട്. BNP പാരിബോസ്, എന്താ പറയുക, പാരീസ് എന്നൊക്കെ പറയുന്നത് BNP എന്ന് പറയുന്നൊരു ബാങ്കുണ്ട്. അതുപോലെ സൊസൈറ്റി ജനറലെ 2 ബാങ്കുകളുണ്ട്. അപ്പോൾ ഫ്രാൻസിലെ 2 പ്രധാനപ്പെട്ട ബാങ്കുകളുടെയും ഓഹരി ആർക്കും വേണ്ട. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്ത് വന്നാലും പ്രതിസന്ധി നേരിടാത്തൊരു സെക്ടറാണ് നമ്മളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള ബാങ്കുകൾ. ഇന്ത്യയിലെ വൻകിട ബാങ്കുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ, അല്ലെങ്കിൽ അവരുടെ ഓഹരിക്ക് വിലയില്ലാതായാൽ, അതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യം വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണെന്നാണ്. അതേ അവസ്ഥ ഇപ്പോൾ ഫ്രാൻസിലുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ ഒരു എല്ലാ അർത്ഥത്തിലും മാതൃകയായിരുന്ന ഫ്രാൻസ് ഒരു പുതിയ പ്രതിസന്ധിയിൽ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഫ്രാൻസിലെ നിയമപ്രകാരം, ഭരണഘടന പ്രകാരം ഈ നേരിട്ട് ഇദ്ദേഹത്തെ എന്ന് വെച്ചാൽ മാക്രോണിനെ തിരിച്ചു വിളിക്കാൻ വകുപ്പില്ല. അമേരിക്കയെ പോലെ ഇംപീച്ച് ചെയ്യാനും വകുപ്പില്ല. സെമി പ്രസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് പരമമായ പവറുണ്ട്. പക്ഷേ പാർലമെൻറ്റിനും പവറുണ്ട്. പാർലമെൻറ്റിൻ്റെ പവറിന് പരിമിതിയുണ്ട്. അതാണ് അവിടെ സെമി പ്രസിഡൻഷ്യലാകുന്നത്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നേരിട്ട് പ്രസിഡന്റിനെ പുറത്താക്കാൻ വകുപ്പില്ല. അപ്പോൾ പ്രസിഡന്റ് 2024 നിയമിച്ച പ്രൈം മിനിസ്റ്ററാണ് ബെയ്റുവിനെതിരായിട്ട് അവിശ്വാസ പ്രമേയം വന്നു. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് വന്നു. സെപ്റ്റംബർ 9 ഇലക്ഷൻ ഫിക്സ് ചെയ്തു. പാർലമെൻറ്റിനകത്തെ ഇലക്ഷനാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രാൻസിലെ എല്ലാ പാർട്ടികളും എതിരാണ്. അപ്പോൾ ഏറെക്കുറെ ഇപ്പോൾ മാക്രോണിൻ്റെ പാർട്ടി, ഞാൻ പറയുന്നത് അവിടുത്തെ ഇടത് വലത് എല്ലാ പാർട്ടികളും ഒരുമിച്ച് പ്രധാനമന്ത്രിയുടെ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? കൃത്യമായിട്ടും അവിശ്വാസം പാസ്സാവും. പക്ഷെ അവിശ്വാസം പാസ്സായാൽ പിന്നെന്ത്? അതാണ് ഫ്രാൻസിൻ്റെ ചോദ്യം. അവിശ്വാസം പാസ്സായാൽ ആർക്ക് നേരെയുള്ള അവിശ്വാസമാണത്? അത് മാക്രോണിന് നേരെ തന്നെയുള്ള അവിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? പാർലമെൻറ്റ് ഡിസോൾവ് ചെയ്യാനുള്ള അവകാശം ഇദ്ദേഹത്തിനുണ്ട്. പാർലമെൻറ്റ് പിരിച്ചുവിടാനുള്ള അവകാശം പോലും, അതാണ് സെമി പ്രസിഡൻഷ്യൽ എന്ന് പറയുന്നത്. ഒരു സൂപ്പർ പ്രസിഡൻഷ്യലാണ് ശരിക്കും. അപ്പോൾ പാർലമെൻറ്റ് അദ്ദേഹം നിയമിച്ച പ്രധാനമന്ത്രിയെ അവിശ്വാസ പ്രമേയത്തിലൂടെ പാർലമെൻറ്റ് പുറത്താക്കിയാൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ അദ്ദേഹം തൻ്റെ പരാജയമായി ധാർമ്മികമായി അത് ഏറ്റെടുത്ത് പാർലമെൻറ്റിനെ തന്നെ ഡിസോൾവ് ചെയ്തിട്ട് എലക്ഷൻ പ്രഖ്യാപിക്കണം. ഇപ്പോൾ ഒരു എലക്ഷൻ നടന്നാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടത് മാക്രോണാണ്. മാക്രോൺ എന്ത് ചെയ്യും? അതല്ല, പിന്നൊരു ഓപ്ഷൻ ഉള്ളത്,
ഈ നിലവിലുള്ള പ്രധാനമന്ത്രിയെ പുറത്താക്കിയിട്ട് മറ്റൊരു പ്രധാനമന്ത്രിയെ നിയമിക്കാൻ എല്ലാവരും ബന്ധപ്പെട്ട എല്ലാവരും പാർലമെൻറ്റിലെ കക്ഷികളുമായി കൂടിയാലോചിച്ച് അദ്ദേഹം നിയമിക്കുമോ? അങ്ങനെ നിയമിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഉള്ള പ്രതിസന്ധിയെ കൂടുതൽ അത് രൂക്ഷമാക്കും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ സാമ്പത്തിക പ്രതിസന്ധി, ഫ്രാൻസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ, യൂറോപ്യൻ യൂണിയൻ ഒരു കാലത്ത് നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയെപ്പോലെ, അമേരിക്ക നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയെപ്പോലെ, ലോകമാകെ ഒരു ക്ഷാമം ബാധിച്ച കാലം പോലെയാണ് ഇപ്പോൾ ഫ്രാൻസിനെ ബാധിച്ചിരിക്കുന്നത്. അതുണ്ടാക്കുന്നതിൽ ലോകത്തിലെ പുതിയ ലോകക്രമത്തിന് വലിയ പങ്കുണ്ട്. പക്ഷേ അദ്ദേഹം എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ചോദ്യം. അതുകൊണ്ട് സെപ്റ്റംബർ 9 നടക്കുന്ന അവിശ്വാസ പ്രമേയം യഥാർത്ഥത്തിൽ ഫ്രാൻസിൻ്റെ മാത്രം ഇഷ്യൂ അല്ല, അത് ലോകത്തിൻ്റെ തന്നെ വലിയൊരു ആകാംക്ഷയാണ്. തീർച്ചയായിട്ടും നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് എല്ലാ കണ്ണുകളും ഇപ്പോൾ മാക്രോണിലേക്കാണ്. എന്ത് സംഭവിക്കും എന്ന് കാത്തിരുന്ന് കാണാം. ഈ ആകാംക്ഷയാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കിടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.